തൻ്റെ ആഡംബര കാറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുകയാണ് ജഗൻ. ചെവിയിൽ ഘടിപ്പിച്ചിരുന്ന ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിലൂടെ പുറത്ത് നടക്കുന്ന സംഭാഷണങ്ങൾ അവൻ വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു. ജഗന്റെ ഗുണ്ടകൾ ശാഠ്യത്തോടെ നീലിമയ്ക്ക് നേരെ 1,00,000 രൂപയുടെ ചെക്ക് നീട്ടി. ഇപ്പോൾ മനസ്സിലായോ മാഡം? ഈ ബിൽഡിംഗ് മുഴുവൻ ഞങ്ങളുടെ ബോസ് വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. ഈ ആഴ്ചക്കുള്ളിൽ തന്നെ ഈ കട ഒഴിഞ്ഞു തരണമെന്നാണ് ബോസിൻ്റെ ഉത്തരവ്. ദാ നിങ്ങൾ അഡ്വാൻസായി തന്ന തുക തിരികെ എടുത്തോളൂ, അവർ പരിഹാസത്തോടെ നീലിമയോടായി പറഞ്ഞു. ചെക്കിലെ തുക കണ്ട് നീലിമ ഞെട്ടിപ്പോയി. അവളുടെ കൈകൾ വിറച്ചു. ഞാൻ അഡ്വാൻസായി തന്നത് വെറും 50,000 രൂപ മാത്രമാണ്. നിങ്ങളെന്തിനാണ് എനിക്ക് 1,00,000 രൂപ തരുന്നത്? അവളുടെ ശബ്ദത്തിൽ ഭയവും ദേഷ്യവും കലർന്നിരുന്നു. അതിലൊരാൾ ക്രൂരമായി ചിരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വന്നു. ഇതും ഞങ്ങളുടെ ബോസ് തരാൻ പറഞ്ഞതാണ്. ഈ കടയുടെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നവളല്ലേ നിങ്ങൾ? അതിനുള്ള നഷ്ടപരിഹാരമായി ഇത് കൂട്ടിക്കോളൂ. ഈ പണം സമ്പാദിക്കാൻ നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടണമായിരുന്നു. അതൊന്നുമില്ലാതെ തന്നെ ഇത്രയും വലിയ തുക കയ്യിൽ കിട്ടുമ്പോൾ സന്തോഷത്തോടെ വാങ്ങി സ്ഥലം വിടാൻ നോക്കൂ മാഡം. വേറെ നല്ലൊരു സ്ഥലം നോക്കിപ്പോയിക്കോളൂ. എന്നാൽ നീലിമ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൾ ദൃഢസ്വരത്തിൽ അവരോടായി പറഞ്ഞു. നോക്കൂ, ഇങ്ങനെ പെട്ടെന്ന് വന്ന് കട ഒഴിഞ്ഞു തരാൻ പറയുന്നത് നിയമവിരുദ്ധമാണ്. ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം മാറിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ മുൻകൂട്ടി അറിയിച്ച് നിയമപ്രകാരമുള്ള നോട്ടീസ് തരേണ്ടതാണ്. അല്ലാതെ പെട്ടെന്ന് വന്ന് ഒഴിഞ്ഞു തരാൻ പറഞ്ഞാൽ എനിക്കതിന് സമയം വേണം. എനിക്ക് നിങ്ങളുടെ ബോസിനെ നേരിട്ട് കാണണം. അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ കട ഒഴിയുന്ന കാര്യത്തിൽ ഞാൻ അന്തിമ തീരുമാനം എടുക്കുന്നുള്ളൂ, അവൾ അവരോടായി പറഞ്ഞു. ജഗന്റെ നിർദ്ദേശത്തിനായി കാത്തുനിന്ന അവർ ലൗഡ് സ്പീക്കറിലൂടെ വന്ന അവൻ്റെ ശബ്ദം കേട്ടു. ഓഹോ, എന്നെ കാണണോ അവൾക്ക്? കാണാമല്ലോ, അതിനെന്താ? മനസ്സിൽ വിചാരിച്ചവനെ നേരിട്ട് തന്നെ കാണാം. എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് അവൾക്ക് കൊടുക്ക്. നാളെ രാവിലെ 8 മണിക്ക് മുൻപ് അവളോട് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറ. കൃത്യം 8 മണിക്ക് മുൻപ്. വ്യക്തമായി അത് പറഞ്ഞേക്കണം. അവൻ ഫോൺ കട്ട് ചെയ്തു. ഗുണ്ടകൾ നീലിമയ്ക്ക് നേരെ ഒരു പേപ്പർ നീട്ടി. ശരി മാഡം, ഞങ്ങളുടെ ബോസിൻ്റെ അഡ്രസ്സ് ഇതാണ്. 1 മിനിറ്റ് വൈകിയാൽ പോലും നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അത് പറഞ്ഞവർ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ആ പേപ്പറും പിടിച്ച് നീലിമ തരിച്ചു നിന്ന് പോയി. ദൈവമേ, അടുത്തൊരു പ്രതിസന്ധിയോ? തനിക്ക് മാത്രമെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? തനിയെ മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകളെ ഈ സമൂഹം ജീവിക്കാൻ അനുവദിക്കില്ലേ? മനുഷ്യരൊക്കെ എത്ര സ്വാർത്ഥരാണ്. അവൾ അറിയാതെ ഉച്ചത്തിലൊന്നും പുലമ്പിപ്പോയി. അവളുടെ വിഷമം കണ്ട് രജനിയും ഉഷയും ദീപചേച്ചിയുടെ അടുത്തേക്ക് വന്ന്, വിഷമിക്കേണ്ട മോളെ, നല്ലവരാണെങ്കിൽ നമ്മുടെ കഷ്ടപ്പാട് അവർക്ക് മനസ്സിലാവും. ദീപചേച്ചി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ദീപചേച്ചിയുടെ ആശ്വാസവാക്കുകൾ അവളുടെ മനസ്സിന് അല്പം ശാന്തത നൽകി. രജനി നീലിമയോട് പറഞ്ഞു. നീലു, നീ ഒന്നിനെക്കുറിച്ചും ആലോചിച്ച് ആകുലപ്പെടേണ്ട. നാളെ നീ പോയി അദ്ദേഹത്തിനോട് നേരിട്ട് സംസാരിക്ക്. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അരുൺ അങ്ങോട്ട് ഓടി വന്നു. അമ്മേ, നാളെ എനിക്ക് സ്കൂൾ ലീവാണ്. ഞാനും വരട്ടെ? അമ്മയുടെ കൂടെ വരട്ടെ പ്ലീസ്? ഞാൻ അമ്മയ്ക്ക് യാതൊരു ശല്യവും ഉണ്ടാക്കില്ല, പ്ലീസ്, അവൻ കെഞ്ചി. അവൻ്റെ നിഷ്കളങ്കമായ മുഖം കണ്ട് നീലിമ വിസമ്മതിക്കാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ പ്രകൃതിയുടെ കുളിർമയാർന്ന കാറ്റേറ്റ് അരുണുമായി നീലിമ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കാനൊരുങ്ങി. എന്നാൽ രജനി അവളെ തടഞ്ഞു. നീലിമ, നീ ബസ്സിലൊന്നും പോകേണ്ട, ഇന്ന് എൻ്റെ വണ്ടിയിൽ പോയിക്കോ. അരുണും കൂടെയുള്ളതല്ലേ, ബസ്സിലായാൽ വൈകും. രജനി പറഞ്ഞ് ശരിയാണ് തോന്നിയതിനാൽ നീലിമ അരുണുമായി രജനിയുടെ സ്കൂട്ടറിൽ ജഗന്റെ വീട്ടിലേക്ക് തിരിച്ചു. യാത്രക്കിടയിൽ അരുൺ സന്തോഷത്തോടെ പറഞ്ഞു. അമ്മേ, രാവിലത്തെ ഈ തണുത്ത കാറ്റേറ്റ് വണ്ടിയിൽ പോകാൻ നല്ല രസമുണ്ടല്ലേ അമ്മേ? അതേടാ മോനെ, പക്ഷേ നല്ല സമയം കുറച്ച് നേരത്തേക്ക് മാത്രമേ കാണൂ. നീലിമയുടെ മനസ്സിൽ വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനെ കുറിച്ചുള്ള ഭയമാണ്. അവർ സംസാരിച്ചു കൊണ്ട് പോകുന്നതിനിടയിൽ പെട്ടെന്നൊരു ആഡംബര കാർ അവരുടെ സ്കൂട്ടറിന് കുറുകെ വന്ന് ബ്രേക്കിട്ടു. ദേഷ്യത്തോടെ വണ്ടി നിർത്തിയ നീലിമ കാറിലേക്ക് നോക്കി. അവളുടെ ശബ്ദം തൊണ്ടക്കുടിയിൽ കുടുങ്ങി. അവൾ നിശബ്ദയായി. കാറിൻ്റെ ഡോർ തുറന്ന് ഇറങ്ങിയത് മറ്റാരുമായില്ല, അജയനായിരുന്നു. അമ്മേ, ഇത് അച്ഛൻ്റെ കാറാണല്ലോ. അരുൺ ആവേശത്തോടെ സ്കൂട്ടറിൽ നിന്നും ഇറങ്ങി അജയൻ്റെ അടുത്തേക്ക് നേരെ ഓടിപ്പോയി. മകനെ കണ്ടതും അജയൻ്റെ മുഖത്തെ ദേഷ്യം മാറി. അവൻ അവനെ വാരിപ്പുണർന്ന് കൈകളിൽ കോരിയെടുത്തു. പക്ഷെ അവൻ്റെ മൂർച്ചയേറിയ കണ്ണുകൾ നീലിമയ്ക്ക് നേരെയായിരുന്നു. അച്ഛാ, നിങ്ങളെന്താ ഞങ്ങളെ കാണാൻ വരാത്തേ? ഞാനും അമ്മയിപ്പോൾ രജനി ആൻറ്റിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്, അരുൺ പരിഭവത്തോടെ അജയനോടായി പറഞ്ഞു.
അച്ഛന് കുറച്ച് ജോലി കൂടുതലുണ്ടായിരുന്നു മോനെ, അതുകൊണ്ടാണ് വരാൻ കഴിയാത്തത്. അജയൻ മകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് നീലിമയുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൾ ദേഷ്യത്തോടെ മുഖം തിരിച്ചു വെച്ചു. നീലിമ, എങ്ങനെയുണ്ടടി നിന്റെ ഇപ്പോഴത്തെ ജീവിതം? അജയൻ പരിഹാസത്തോടെ അവളെ ചിറഞ്ഞു നോക്കി. നന്നായി മെലിഞ്ഞിട്ടുള്ളല്ലോ നീ. ഭക്ഷണത്തിനൊക്കെ എന്തു ചെയ്യും നീ? ആ രചനയുടെ കൂടെയല്ലേ നിന്റെ താമസം? അവൾ ഒറ്റയ്ക്ക് സമ്പാദിക്കുന്നത് നിനക്കും നിന്റെ മോനും തികയുന്നുണ്ടോടി? എന്തിനാ ഇങ്ങനെ വീട് വിട്ടിറങ്ങി നടന്ന് നീ കഷ്ടപ്പെടുന്നത്? അന്ന് രേവതി പറഞ്ഞതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കും ഈ ഗതി വരുമില്ലായിരുന്നല്ലോ. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു പോകാമായിരുന്നില്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും? അവൻ്റെ വാക്കുകൾ കേട്ട് നീലിമയുടെ ഉള്ളിൽ ദേഷ്യം വിരിച്ചു കയറി. അജയൻ, അതേടോ, അങ്ങനെ തന്നെയാ ഞാൻ ജീവിക്കുന്നതും. ഞാൻ കഷ്ടപ്പെട്ടാണെങ്കിലും എൻ്റെ സ്വന്തം അധ്വാനം കൊണ്ടാണ് ജീവിച്ചോളാം. നിന്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ജീവിക്കേണ്ട യാതൊരു ആവശ്യം എനിക്കിപ്പോൾ ഇല്ല. നീ നിന്റെ കള്ളക്കാമുകിയോടൊപ്പം സന്തോഷമായി ജീവിക്കടോ. അവളുടെ മറുപടി കേട്ടതും അജയൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. അവൻ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവളുടെ കൈത്തണ്ടിൽ പിടുത്തമിട്ടു. എന്നെ വിട്ട് പിരിഞ്ഞു പോയപ്പോൾ നിനക്ക് അഹങ്കാരം ധൈര്യം കൂടിപ്പോയി അല്ലേടി? ഈ നഗരത്തിൽ നീ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. നീ എന്നെ തേടി വരുന്ന ഒരു ദിവസമുണ്ടാകും. അന്ന് നീ എൻ്റെ കാൽക്കൽ തന്നെ വീഴുമടി. അതേസമയം കാറിൻ്റെ പിൻസീറ്റിൽ നിന്ന് രേവതി കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി പുറത്തേക്ക് നോക്കി വിരസതയോടെ അവനോടായി പറഞ്ഞു. അജു, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ കാറിൽ നിന്ന് സംസാരിക്കാം. വന്ന് കയറി നീ, എനിക്ക് നേരം വൈകുന്നുണ്ട്. അജയൻ നീലിമയെ രൂക്ഷമായി ഒന്നുകൂടി നോക്കിയ ശേഷം കൈവിട്ടു. രേവതി താരകയെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു. അജു, നിന്റെ മോൻ നിന്നെ കൊണ്ട് ഓടി വന്നതാണ്. അവന് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നേ. പാവം നീലിമ, ഇപ്പോഴത്തെ നിന്റെ അവസ്ഥയിൽ അവന് നല്ലൊരു ഭക്ഷണം വാങ്ങി നൽകാൻ പോലും നിനക്ക് കഴിയില്ലല്ലോ. അവൾ പരിഹാസത്തോടെ അവളെ നോക്കിക്കൊണ്ട് ചിരിച്ചു പറഞ്ഞു. നീ പറഞ്ഞത് തികച്ചും ശരിയാണ് രേവതി. നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് അജയൻ മകനെയും കൂട്ടി അടുത്തുള്ള കടയിലേക്ക് നടന്നു. അപമാനഭാരത്താൽ നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പ്രതികാരത്തിൻ്റെ തീക്കണ്ണലുകൾ അവളുടെ മനസ്സിൽ കൂടുതൽ ശക്തമായി ആളിക്കത്താൻ തുടങ്ങി. അപ്പോഴേക്കും എന്താ നീലിമ, ഭർത്താവിനെ കണ്ടപ്പോഴേക്കും നിന്റെ നാവിറങ്ങിപ്പോയോ? അതോ വെപ്രാളപ്പെട്ട് വീട് വിട്ടിറങ്ങിപ്പോയത് തെറ്റായിപ്പോന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ നിനക്ക്? പറയടി. താടിയിൽ കൈ ഊന്നിക്കൊണ്ട് രേവതി അവളോട് ചോദിച്ചു. പെട്ടെന്നാണ് അവളുടെ ഭാവം മാറിയത്. വാക്കുകൾ വിഷം നിറച്ചുകൊണ്ട് അവൾ വീണ്ടും തുടർന്നു. അങ്ങനെ എന്തെങ്കിലും ചിന്ത നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് അവിടെ വെച്ച് തന്നെ അറുത്തു മാറ്റിയേക്ക്. അന്ന് ആ വീടിൻ്റെ പടിയിറങ്ങിയ നിമിഷം ആ വീടുമായി നിന്റെ എല്ലാ ബന്ധവും അവസാനിച്ചതാണ്. ഒരു പക്ഷേ ജീവിക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറയുന്നേ, ആ വീട്ടിലൊരു വേലക്കാരായി വരാൻ ഞാൻ അനുവാദം തരാം. അതിലെനിക്ക് യാതൊരുവിധ എതിർപ്പുമില്ല. അവളുടെ പരിഹാസം നിറഞ്ഞ വാക്കുകൾ കേട്ട് നീലിമയുടെ ഉള്ളിൽ ക്രോധം ആളിക്കത്തി. ഞാൻ നിന്നെപ്പോലെ മറ്റുള്ളവരുടെ താലി അറുത്തിട്ടല്ലേടി ജീവിക്കുന്നത്. എൻ്റെ മകനെയും കൂട്ടി അന്തസ്സായിട്ട് തന്നെ ഞാൻ ജീവിക്കുന്നത്. മറ്റുള്ള സ്ത്രീയെ പോലെ തേടിപ്പോകുന്ന ഒരുത്തനെ ഇനി എനിക്ക് വേണ്ട. താരയുടെ ആ തീക്ഷ്ണമായ വാക്കിന് മുന്നിൽ അടികിട്ടിയ പാമ്പിനെ പോലെ രേവതിയുടെ മുഖം പെട്ടെന്ന് വിളറി വെളുത്തു. അവൾ ഉള്ളിലേക്ക് ചുരുങ്ങിപ്പോയി. കൃത്യം ആ സമയത്താണ് അജയൻ അവിടേക്ക് കടന്നു വന്നത്. അരുണിനായി ഒരുപാട് കവറുകളിൽ നിറയെ പലഹാരങ്ങളും പലവിധ വിഭവങ്ങളും അവൻ വാങ്ങി കരുതിയിരുന്നു. അരുൺ തൻ്റെ അമ്മയുടെ അരികിൽ നിൽക്കുന്ന രേവതിയെ കണ്ടു. അരുൺ മാറി മാറി അവരെ നോക്കിയ ശേഷം അജുയുടെ കയ്യിലുള്ള പലഹാരപ്പൊതി അരുൺ തട്ടിയെറിഞ്ഞു. ക്രോധം കൊണ്ട് വിറക്കുന്ന സ്വരത്തിൽ അരുൺ വിളിച്ചു പറഞ്ഞു. ഈ സ്ത്രീയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയല്ലേ നീ എന്നും എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചത്? നിനക്കിപ്പോൾ ഇവളാണോ ഞങ്ങളെക്കാൾ വലുത്? പറ പപ്പ. അരുണിൻ്റെ വാക്കുകൾ അജയുടെ നെഞ്ചിൽ കനലായി വീണു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവനൊന്നും മിണ്ടാതെ വെറുപ്പ് നിറഞ്ഞ നോട്ടം മാത്രം അവശേഷിപ്പിച്ച് വണ്ടിയിലേക്ക് നടന്നു. അരുൺ, മുതിർന്നവരോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. മാപ്പ് ചോദിച്ച് വണ്ടിയിൽ കയറി നീ, നമുക്ക് പോകാം എന്ന് നീലിമ ശാസിച്ചെങ്കിലും അരുൺ അത് കേൾക്കാതെ പാവത്തിൽ വണ്ടിയിൽ പോയിരുന്നു. ഇതു കണ്ട് അജയുടെ ഉള്ളിൽ ദേഷ്യം ഇരട്ടിച്ചു. എനിക്കെതിരെ എൻ്റെ മകനെ തിരിച്ചു വിട്ടിട്ട് ഇപ്പോൾ നീ വലിയ നല്ലവളെ പോലെ സംസാരിക്കുന്നുണ്ട് അല്ലേടി നീലിമ? അവൻ അവളോട് തട്ടിക്കയറി. തർക്കത്തിനൊടുവിൽ നീലിമ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. എനിക്ക് പോണം, വൈമാറ്. നീ കാട്ടിക്കൂട്ടിയതെല്ലാം നിന്റെ മകൻ തന്നെ കണ്ടുപിടിച്ചോളും. അവൾ ധൈര്യത്തോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു.
ഈ സമയം അത്രയും തൻ്റെ കാറിൽ നിന്ന് ജഗൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സാധാരണയായി രാവിലെ 8 മണിക്ക് ശേഷമേ അവൻ ഓഫീസിലേക്ക് ഇറങ്ങാറുള്ളൂ. എന്നാൽ ഇന്ന് നീലിമ തന്നെ കാണാൻ പാടില്ലെന്നും അവൾ തന്നെ തിരഞ്ഞു നടന്ന് വലയണമെന്നും ഉള്ള പ്രതികാര ചിന്തയാൽ അവൻ നേരത്തെ ഇറങ്ങി. നീലിമ നിസ്സാവസ്ഥ കണ്ട് അവൻ നിഗൂഢമായ പുഞ്ചിരിയോടെ അവൻ അവിടെ നിന്നും വണ്ടി ഓടിച്ചു പോയി. പാവം, അവൻ അറിഞ്ഞില്ല ഇനി അവന് വരാനുള്ള കാത്തിരിപ്പിൻ്റെ വിപത്ത് എന്താണെന്ന്. അഡ്രസ്സ് തിരഞ്ഞു പിടിച്ച് നീലിമ അരുണിനും ഒടുവിൽ ജഗൻ്റെ വീട്ടുപടിക്കൽ എത്തിച്ചേർന്നു. ആ വലിയ ബംഗ്ലാവ് കണ്ട് അത്ഭുതത്തോടെ അരുൺ ചോദിച്ചു, അമ്മേ, ഇതാണ് അവരുടെ വീട്? അതേ മോനെ, അങ്ങനെയാണ് തോന്നുന്നത്, നീലിമ പറഞ്ഞു. അവൾ ഗേറ്റിനടുക്കിൽ നിന്ന് വാച്ച്മാൻ്റെ അടുത്തേക്ക് നടന്നു. സാർ, ഇത് ജഗന്നാഥൻ സാറിൻ്റെ വീടാണോ? അതെ മാഡം. നിങ്ങൾ ആരാണ്? വാച്ച്മാൻ ചോദിച്ചു. ഞാൻ സാറിനെ കാണാൻ വന്നതാണ്. രാവിലെ 8 മണിക്ക് വീട്ടിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അയ്യോ മാഡം, വലിയ സാറും മാഡം ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയിട്ടേയുള്ളൂ. പോയിരിക്കുകയാണ്. ജഗന്നാഥ് സാർ കുറച്ചു നേരം മുൻപാണ് ഇപ്പോൾ ഇറങ്ങിയത്. വാച്ച്മാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അകത്തു നിന്നും ഒരു കുട്ടിയുടെ ദയനീയമായ കരച്ചിൽ കേട്ടു. എന്നെ വിടെ, ഞാൻ വരില്ല, ഡാഡി, ഡാഡി. ആ നിലവിളി നീലിമയുടെ കാതുകൾ വന്നലച്ചു. അരുൺ പരിഭ്രാന്തയോടെ പറഞ്ഞു, അമ്മേ, ആരോ അകത്തിരുന്ന് കരയുന്നു, നമുക്ക് പോയി നോക്കാം. നീലിമയും അരുണും അകത്തേക്ക് പോകാൻ തുനിഞ്ഞപ്പോൾ വാച്ച്മാൻ അവരെ തടഞ്ഞു. മാഡം, നിങ്ങൾ അകത്തേക്ക് പോകരുത്. അത് ചെറിയ സാറിൻ്റെ ഭാര്യ അനിത മാഡമാണ്. അവർ കുട്ടിയോട് സംസാരിക്കുകയാണ്. നിങ്ങൾ പോയാൽ അവർ ദേഷ്യപ്പെടും. അതേസമയം അകത്ത് ക്രൂരമായ ചിലത് നടക്കുകയായിരുന്നു. ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. നിന്നെ എൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോകാൻ എനിക്കെന്താ വട്ടാണോ? നീ വന്നാലല്ലേ നിന്റെ ഡാഡി എനിക്ക് പണം തരൂ. അതുകൊണ്ട് നീ മിണ്ടാതെ തന്നെ എൻ്റെ കൂടെ വരണം ദിയ. ഒരു സ്ത്രീയുടെ ആക്രോശം ഒപ്പം കുട്ടിയെ തല്ലുന്ന ശബ്ദവും പുറത്തേക്ക് കേട്ടു. സർ, അവർ ആ കുട്ടിയെ തല്ലുകയാണ്. പാവം കുട്ടി, എന്നെ അകത്തേക്ക് വിടൂ. ഒരമ്മയുടെ വാത്സല്യത്തോടെ നീലിമ വാച്ച്മാനോടായി കെഞ്ചി. മാഡം, അത് അവരുടെ അമ്മയാണ്. അവർ തമ്മിലുള്ള പ്രശ്നമാണിത്, വാച്ച്മാൻ കർക്കശമായി പറഞ്ഞു. എന്നാൽ ഉള്ളിൽ ഭയം തോന്നി വാച്ച്മാൻ ഗേറ്റ് തുറന്ന് വണ്ടിക്കാരൻ സിഗ്നൽ നൽകി. വണ്ടിയുടെ ഹോൺ ശബ്ദം അന്തരീക്ഷത്തിൽ കീറി മുറിച്ചുകൊണ്ട് പെട്ടെന്നൊരു കാർ വേഗത്തിൽ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. ആ കാറിൻ്റെ പിൻസീറ്റിൽ വായു പൊത്തിപ്പിടിച്ച നിലയിൽ കണ്ണീരൊഴുക്കിയ ദിയയെ നീലിമ ആ ഡോറിൻ്റെ ബേക്കിലൂടെ കണ്ടു. ദിയ തൻ്റെ കണ്ണുകൾ കൊണ്ട് നീലിമയ്ക്കെന്തോ സന്ദേശം നൽകാൻ ശ്രമിക്കുകയാണ്. കാർ കാഴ്ചയിൽ നിന്ന് മറയുന്നതുവരെ നീലിമയുടെ നോട്ടം അതിൽ തന്നെയായിരുന്നു. അവിടെ നടക്കാൻ വന്ന കാര്യം പോലെ മറന്ന് നീലിമ പെട്ടെന്ന് അരുണുമായി വണ്ടിയിലേക്ക് ഓടിക്കയറി. നീലിമ വണ്ടി അതിവേഗത്തിൽ മുന്നോട്ടെടുത്തു. വിവാഹത്തിന് ശേഷം വണ്ടി ഓടിക്കരുതെന്ന അജയൻ്റെ ആദ്യത്തെ നിർബന്ധന അവൾ ഓർത്തു. എതിർവശത്ത് വരുന്നവർ ശരിയായി വരണമെന്നില്ല. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഞാനെന്തു ചെയ്യും? എൻ്റെ ജീവനേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് നീലു എന്ന അജയൻ്റെ വാക്കുകൾ ആയും ഇന്നാണ് നീലിമക്ക് പൂർണ്ണമായി മനസ്സിലായത്. 20 മിനിറ്റിൻ്റെ ആ യാത്രക്കൊടുവിൽ അവിടെ കാറിൽ നിന്നും ഇറങ്ങിയ അനിത കുട്ടിയുടെ കെട്ടയച്ചു മാറ്റി. ഇങ്ങോട്ട് നോക്ക്, ഇനി നീ ബഹളമുണ്ടാക്കിയാൽ ഈ വീട്ടിലിട്ട് നിന്നെ ഞാൻ ചുട്ടുകൊല്ലും. മിണ്ടാതെ എൻ്റെ കൂടെ വരണം, കേട്ടോ ദിയ.